വിരുന്നൊക്കെ ഗംഭീരം, മോദിയുടെ ക്രിസ്മസ് നാടകമോ? മോദിയെ പരോക്ഷമായി പരിഹസിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ. ക്രിസ്മസ് രാവാണ്. ഇന്നലെ ഡൽഹിയിൽ CPCIയുടെ ആസ്ഥാനത്ത് ക്രിസ്മസ് ആഘോഷ വിരുന്നിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. മോദി ഇന്നലെ പറഞ്ഞത് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിനെ അഭിനന്ദിച്ചുകൊണ്ട് ഭാരതപുത്രൻ കർദിനാൾ ആയതിൽ തനിക്ക് വലിയ സന്തോഷം ഉണ്ട് എന്നാണ്. പിന്നീട് സ്നേഹവും സാഹോദര്യവും ക്രിസ്തുവിൻ്റെ സന്ദേശമാണ്, അതിനെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ്. ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റ് ആക്രമണത്തിലും ശ്രീലങ്കയിലെ പള്ളി ആക്രമണത്തിലും തനിക്ക് വേദനയുണ്ട് എന്നുകൂടി ഇന്നലെ CBCIയുടെ ആസ്ഥാനത്ത് നടന്ന ആഘോഷ വിരുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. ഷാനോസ്, ഇന്ന് ഇപ്പോൾ ആ വിഷയത്തിൽ വിഭിന്ന സ്വരങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയിരിക്കുന്നു. തൃശൂർ ഭദ്രാസന മെത്രാപ്പോലിത്ത നേരത്തെ ഇൻട്രോയിൽ ഷാനോസ് പറഞ്ഞതുപോലെ യുഹന്നോൻ മാർ മിലിത്തിയോസ് എന്ന് പറഞ്ഞത്, അവിടെ മെത്രാന്മാരെ ഇതാ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വന്ദിക്കുന്നു. പക്ഷെ ഇവിടെ പുൽക്കൂടുകൾ തകർക്കപ്പെടുന്നു, ക്രിസ്മസ് ട്രീകൾ തകർക്കപ്പെടുന്നു. ഇതിന് മലയാളത്തിൽ മറ്റെന്തോ പറയുമല്ലോ എന്ന് പരിഹസിച്ചുകൊണ്ടാണ്, പരോക്ഷമായി ആ പരിഹാസം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ നേർക്കുള്ള ഒരു പരിഹാസമാണ്. അതുയർന്നത് തൃശൂർ ഭദ്രാസന മെത്രാപ്പോലിത്തയുടെ ഭാഗത്തു നിന്നുമാണ്. എനിക്ക് തോന്നുന്നില്ല ആ വിയോജിപ്പ് ഒരു ഒറ്റപ്പെട്ട ശബ്ദമാണ് എന്ന്. കാരണം നാളിതുവരെ ഇപ്പോൾ രാജ്യം 2014 മുതൽ 2024 വരെ നരേന്ദ്രമോദിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനു മുൻപുള്ള ഒരു നരേന്ദ്രമോദിയും ഉണ്ട്. ആ മോദിയെയും രാജ്യത്തിനറിയാം. അപ്പോൾ മോദി എന്താണ് എന്നുള്ളത് രാജ്യം തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയിൽ നിന്നുണ്ടാകുന്ന അനുഭവപരതയാണല്ലോ ഒരു വീക്ഷണത്തിൻ്റെ, ഒരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ മോദിക്ക് കിട്ടുന്ന കയ്യടിയേക്കാൾ കൂടുതലായി ക്രൈസ്തവ സഭകൾക്കകത്തു നിന്ന് എന്താണ് മോദി എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ കൃത്യമായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് മണിപ്പൂർ സംഭവത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ. അപ്പോൾ മോദിക്ക് കിട്ടുന്ന കയ്യടിക്കൊപ്പം തന്നെ മോദിയെ അതിശക്തമായി വിമർശിക്കുന്ന സ്വരങ്ങളും സഭകൾക്കുള്ളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിനിധി മാത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രാതിനിധ്യം വഹിക്കുന്ന ഒരു ശബ്ദം മാത്രമാണ് ഇന്ന് തൃശൂർ ഭദ്രാസന മെത്രാപ്പോലിത്തയുടെ ഭാഗത്തു നിന്നും ഉയർന്നത് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് പ്രാഥമികമായി ഇഷ്ടം. അപ്പോൾ CPCIയുടെ പ്രസിഡന്റ് ആരാണ്? മാർ ആൻഡ്രൂസ് താഴത്താണ്. ആൻഡ്രൂസ് താഴത്ത് പിതാവ് എന്ന് പറഞ്ഞത്, ക്രൈസ്തവ സഭകൾ, ക്രൈസ്തവർ രാജ്യമാകമാനം ആക്രമിക്കപ്പെടുന്നുണ്ട്. അക്കാര്യത്തിലുള്ള ആശങ്ക ഞങ്ങൾ പ്രധാനമന്ത്രിയെ അറിയിച്ചു. അദ്ദേഹം വളരെ പോസിറ്റീവായാണ് മറുപടി നൽകിയത്. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ക്ഷണിച്ചത് BJPയുടെ ഒരു പ്രതിനിധിയെ അല്ല, BJPയുടെ നേതാവിനെയല്ല, ഞങ്ങൾ ക്ഷണിച്ചത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ആണ് എന്നാണ്. അപ്പോൾ ഈ ആശങ്കകൾ അറിയിച്ചപ്പോൾ പ്രധാനമന്ത്രി എന്ത് ചെയ്തു? വളരെ പോസിറ്റീവായിട്ട് മറുപടി നൽകി എന്നാണ്. എൻ്റെ സംശയം ഷാനോസെ, ഈ മറുപടി എത്ര പോസിറ്റീവായിട്ടാണെങ്കിലും ശരി, ഷാനോസ് ഉൾപ്പെട്ട ഒരു കൂട്ടായ്മ എന്നെ ഒരു ആഘോഷ വിരുന്നിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾക്കഹിതമായ ഒരു പരാമർശവും ഒരു പ്രസ്താവനയും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ലല്ലോ, കാരണം ഞാൻ അതിഥിയാണ്. അത്രയല്ലേ സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ളൂ. അതല്ലാതെ ആത്മാർത്ഥമായ പോസിറ്റീവായ ഒരു മറുപടി ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞത്, ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റ് ആക്രമണത്തിൽ, ശ്രീലങ്കയിലുണ്ടായ പള്ളി ആക്രമണത്തിൽ ഇതാ താൻ ആത്മാർത്ഥമായി വ്യസനിക്കുന്നു, വേദനിക്കുന്നു, ഖേദിക്കുന്നു എന്നൊക്കെയാണ്. അതത്ര ആത്മാർത്ഥമായിട്ടാണോ? ആ മറുപടി വളരെ പോസിറ്റീവായിട്ടാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഷാനോസ്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, 9 മാസമായി മണിപ്പൂർ കത്തിയെരിയുന്നു. ഇപ്പോഴല്ല, ഈ 9 മാസമായി മണിപ്പൂർ കത്തിയെറിഞ്ഞതിന് ശേഷം, ഇപ്പോൾ 1 വർഷം കഴിഞ്ഞല്ലോ, 9 മാസങ്ങൾക്ക് ശേഷം, പ്രത്യേകിച്ച് ആ വീഡിയോ പുറത്തു വന്നതിന് ശേഷം, എനിക്ക് തോന്നുന്നു 2023 ജൂലൈയിലാണ് 2 സ്ത്രീകളെ നഗ്നരായി നടത്തിക്കൊണ്ടുള്ള വീഡിയോ പുറത്തു വരുന്നത്. സംഭവം നടന്നത് അതിന് മുൻപാണ്, പക്ഷെ ആ വീഡിയോ പുറത്തു വരുന്നത് 2023 ജൂലൈയിലാണ്. ആ സംഭവം പുറത്തു വന്നതിന് ശേഷം, ആ വീഡിയോ പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് 9 മാസമായി മണിപ്പൂർ കത്തിയെരിഞ്ഞിട്ട് വാ തുറക്കാതിരുന്ന, ഒരക്ഷരം മിണ്ടാതിരുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒടുവിൽ 2023 ആഗസ്റ്റ് 10 പാർലമെന്റിൽ ആ വിഷയത്തിൽ സംസാരിക്കേണ്ടി വരുന്നു. 2.5 മണിക്കൂറാണെന്ന് പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത്. 2.5 മണിക്കൂർ. പക്ഷെ അതിൽ
നമ്മളെല്ലാം കാത്തിരുന്നു മണിപ്പൂരിനെ കുറിച്ച് എന്ത് പറയും, മണിപ്പൂരിനെ കുറിച്ച് എന്ത് പറയുമെന്ന്. വെറും 8 മിനിറ്റിൽ കൂടുതൽ അല്ലെങ്കിൽ 10 മിനിറ്റിൽ താഴെ ആണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് മണിപ്പൂർ വിഷയത്തിൽ പ്രതികരിച്ചത്. 9 മാസമായി ഒരു സംസ്ഥാനം കത്തിയെരിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ ആകാതിരുന്ന നരേന്ദ്രമോദി അന്ന് പാർലമെന്റിൽ വെറും 10 മിനിറ്റിൽ താഴെ മാത്രമാണ് സംസാരിച്ചത്. അതിന് മുൻപുള്ള ഒരു സംഭവം 2002 ഗുജറാത്ത് കലാപം നടന്നത് അല്ലേ? ബിൽക്കീസ് ബാനു എന്ന് പറയുന്ന സ്ത്രീ കൂട്ടബലാത്സംഗത്തിന് ഇരയായി കുടുംബാംഗങ്ങളെ മുഴുവൻ നഷ്ടപ്പെട്ട് അനാഥയായി. പോയോ ബിൽക്കീസ് ബാനുവിനെ കാണാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി? പോയോ? ഗുജറാത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നല്ലോ, കണ്ടില്ലല്ലോ. 11 പ്രതികളെയും ജയിൽ മോചിതരാക്കിയത് BJP സർക്കാരാണ്. ആ തീരുമാനം സുപ്രീം കോടതി ഇടപെട്ട് റദ്ദ് ചെയ്തു. അതിനെതിരെയും BJP സർക്കാർ റിവ്യൂ പെറ്റീഷൻ നൽകി. എന്തേ ബിൽക്കീസ് ബാനുവിനെ കാണാൻ പ്രധാനമന്ത്രി പോകാതിരുന്നത്? എന്റെ മണിപ്പൂരിൽ ക്രിസ്ത്യൻ പള്ളികൾ കത്തിയെരിയുമ്പോൾ, ആക്രമിക്കപ്പെടുമ്പോൾ പ്രധാനമന്ത്രി അങ്ങോട്ട് പോകാതിരുന്നത്? എന്നിട്ട് പോയത് എവിടേക്കാണ് എന്ന് നമ്മൾ കണ്ടു. സന്ദേശ് കാലിയിലേക്കാണ്. കാരണം എന്താണ്? അത് ബംഗാൾ മമതയ്ക്കെതിരായിട്ടുള്ള ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമായാണ്. അപ്പോൾ മണിപ്പൂരിൽ 10 മാസത്തിലധികമായി ആക്രമണം നടക്കുമ്പോൾ, തെരുവിൽ ആക്രമണം നടക്കുമ്പോൾ, ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെടുമ്പോൾ, ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോൾ ഒന്നും അങ്ങോട്ട് പോകാതിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റ് ആക്രമിക്കപ്പെടുന്നതിൽ തനിക്ക് വേദനയുണ്ട് എന്ന് CBCIയുടെ ആസ്ഥാനത്ത് പോയിട്ട് പറയുമ്പോൾ അത് അത്ര ആത്മാർത്ഥമാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോ തൃശൂർ ഭദ്രാസന മെത്രാപ്പോലീത്ത പറഞ്ഞതുപോലെ ഇത് മോദിയുടെ നാടകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അക്കാര്യത്തിൽ സംശയമില്ല ഷാനോസെ. ഇതെല്ലാം മോദിയുടെ ഒരു നാടകമാണ്. കാരണം എൻ്റെ അഭിപ്രായത്തിൽ രാജ്യത്ത് രാഷ്ട്രീയക്കാരിൽ നിന്നും ഏറ്റവും മികച്ച അഭിനേതാവിന്, നടന് ഒരു ദേശീയ അവാർഡ് നൽകുകയാണെങ്കിൽ അത് 2014 മുതൽ 2024 വരെ തുടർച്ചയായി 10 വർഷവും നരേന്ദ്രമോദിക്ക് കിട്ടുമായിരുന്നു. അദ്ദേഹം അത്രയും മികച്ച അഭിനേതാവാണ്. അദ്ദേഹം നല്ല പെർഫോമറാണ്. ആ പെർഫോമൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ 10 വർഷവും. ഇപ്പോൾ 3ാം തവണയും മോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം മാത്രമാണ് ആ മോദി ഷോ ഒരു കുറവുണ്ടായത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഈ ക്രിസ്മസ് പ്രമാണിച്ച് അദ്ദേഹം അത് പുറത്തേക്ക് എടുത്തിരിക്കുന്നു എന്നല്ലാതെ മറ്റൊരു അസ്വാഭാവികതയും ഇക്കാര്യത്തിൽ ഇല്ല എന്നെനിക്ക് തുടക്കത്തിൽ പറയാൻ സാധിക്കും. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ 2024 ജൂൺ 9 3ാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റത്. 2024 ജൂൺ 11 നാഗ്പൂരിൽ RSSന്റെ ചീഫ് മോഹൻ ഭാഗവതിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. മോഹൻ ഭാഗവത് അന്ന് നാഗ്പൂരിൽ വെച്ച് പറഞ്ഞത് 10 വർഷം മുമ്പ് മണിപ്പൂർ ശാന്തമായിരുന്നു. 10 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ മോദി ഭരണം തുടങ്ങുന്നതിന് മുൻപ് 2014 മുൻപ് മണിപ്പൂർ ശാന്തമായിരുന്നു. ഇപ്പോൾ ഇതാ നോക്കൂ, 1 വർഷമായി മണിപ്പൂർ കത്തിയിരിക്കുകയാണ്. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണം എന്നുള്ളത് RSSന്റെ ആവശ്യമാണ്. അത് സർക്കാർ നടപ്പാക്കിയേ പറ്റൂ. തിരഞ്ഞെടുപ്പ് കാലത്തുള്ള ഈ ഷോ എല്ലാം ഒഴിവാക്കി രാജ്യത്തിന്റെ പൊതു താല്പര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അപ്രകാരം ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാജയപ്പെട്ടു എന്നല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൽ ആത്മാർത്ഥത കാണാനാവുക? CBCI പ്രസിഡന്റായിട്ടുള്ള മാർ ആൻഡ്രൂസ് താഴത്തിന് ഇങ്ങനെയേ പറയാൻ സാധിക്കൂ. അത് അദ്ദേഹത്തിന്റെ നിസ്സഹായതയാണ്. പക്ഷെ അവിടെ വിമതസ്വരങ്ങൾ ഉയരുന്നു, വിയോജിപ്പുകൾ ഉയരുന്നു. മോദിയുടേത് നാടകമാണോ എന്ന സംശയം ക്രൈസ്തവ സഭകളിൽ നിന്ന് തന്നെ ഉയരുമ്പോൾ അത് നാടകമാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ ആദ്യമായിട്ട് പറയാനുള്ളത്. ഇനി ഷാനോസിന്റെ അഭിപ്രായം കൂടി കേൾക്കാം. നമ്മൾ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നമ്മൾ ചെയ്യേണ്ടത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുന്ന കാലത്തിന് മുമ്പ് തന്നെ നമ്മൾ തുടങ്ങണം. തീർച്ചയായിട്ടും. ഒന്ന്, ഈ രാജ്യത്ത് നമ്മളതിൻ്റെ ഒരു നൂറ്റാണ്ടുകളായി, പതിറ്റാണ്ടുകളായി നമ്മൾ പരിശോധിച്ചാൽ തന്നെ കലാപങ്ങൾ, ഹിന്ദു മുസ്ലിം കലാപങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത, സിഖ് കലാപങ്ങളുടെ, ഒരുപാട് കലാപങ്ങളുടെ ചരിത്രം പേരുന്നൊരു ഭൂമികയാണ് ഈ രാജ്യം. അവിടെ സ്വാതന്ത്ര്യം കിട്ടി മുൻപോട്ട് വരുന്നൊരു രാജ്യത്ത് ഒരുപക്ഷെ ചരിത്രത്തിലൊരു കറുത്ത അടയാളം, കറുത്ത മാർക്കായി, ഒരു ബ്ലാക്ക് മാർക്കായി എന്നും കിടക്കുന്ന ഒന്നാണ് 2002 ഗുജറാത്ത് കലാപം എന്ന് പറയുന്നത്. ആ കലാപം നടക്കുമ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. അതിനുശേഷം നമ്മൾ അവിടെയാണ് നമ്മൾ മുസ്ലിം വംശഹത്യയെക്കുറിച്ച് പ്രധാനമായും കേൾക്കുന്ന ഈ രാജ്യം. അതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് പ്രകടമായ തോതിൽ അത് നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നത്, ഗർഭിണികളെ കുത്തിക്കൊല്ലുന്നത്, ശൂലത്തിൽ ഭ്രൂണങ്ങളെ കോർക്കുന്നത്, അങ്ങനെ മുസ്ലിങ്ങളെ വല്ലാതെ വേട്ടയാടിയ ഒരു കാലഘട്ടം 2002 ഈ ഗുജറാത്ത് കലാപത്തിലാണ്. അതിനു മുൻപും അതിനുശേഷവും നമ്മൾ കേട്ട പല വാർത്തകളിലും ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ആക്രമിക്കുന്ന,
സംഘപരിവാറിനെ കുറിച്ച് നമ്മൾ ബജ്രംഗ് ദളിനെ കുറിച്ച് പല ആവർത്തിയുണ്ട്. ഗ്രഹാം സ്റ്റെയിൻസിനെ നമ്മൾ ആരെങ്കിലും മറക്കും? ഗ്രഹാം സ്റ്റെയിൻസിനെയും കുടുംബത്തെയും ചുട്ടരിച്ച വാർത്ത ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാറാത്തൊരു സംഗതിയാണ്. അങ്ങനെ വന്ന ഒരു രാജ്യത്ത് അതേ മോദി തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവുന്നു. 2 ടേം പൂർത്തിയാക്കി 3ാമത്തെ ടേമിലേക്ക് കടക്കുമ്പോൾ CBSEയുടെ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് വരികയും അവിടെ വെച്ച് അവർക്കൊപ്പം പുതുതായി ഒരു മലയാളി കർദിനാളാവുന്നു. അതിൽ വലിയ തോതിൽ ആശംസ അറിയിക്കുന്നു. ഒപ്പം പറയുന്നൊരു വാചകമെന്ന് പറയുന്നത് ജർമ്മനിയിലെ ആക്രമണത്തെക്കുറിച്ചാണ്. അതായത് പ്രധാനമന്ത്രിയിൽ നിന്നും ഒരു കാസ പ്രവർത്തകനിലേക്ക് പെട്ടെന്നൊരു പരകായ പ്രവേശം നടത്തുന്ന ആളായിട്ടാണ് അത് മാറുന്നത്. അതിന് കഴിവുള്ള ആളാണ്. അതായത് കാസ പറയുന്ന അതായത് ഒരു കാരണവശാലും മുസ്ലിങ്ങളെ അകറ്റി നിർത്തുന്നത് പോലെ ക്രിസ്ത്യാനികളെ അകറ്റി നിർത്താൻ ഞങ്ങൾ തയ്യാറല്ല എന്നൊരു ഒരു പ്രത്യേകതരം സ്വഭാവം അവിടെ വരുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി നമ്മൾ വിചാരധാരയ്ക്കകത്തും അതിനുശേഷം എനിക്കൊന്ന് 2013 നടന്ന വിശ്വ ഹിന്ദു മഹാസമ്മേളനത്തിൽ ഡൽഹിയിൽ നടന്നതിനകത്താണ് വീണ്ടും പുനർനിർവചിക്കുന്നുണ്ട് ആരൊക്കെയാണ് ശത്രുക്കൾ എന്ന് പറയുന്നതിനകത്ത് ഒരിക്കലും ക്രിസ്ത്യാനികളെ ഒഴിവാക്കിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകളെയും യുക്തിവാദികളെയും മുസ്ലിങ്ങളെയും ഒക്കെ പറയുമ്പോൾ ആ കൂട്ടത്തിൽ ക്രിസ്ത്യാനികളുമുണ്ട്. കാരണം ഈ രാജ്യത്ത് പലപ്പോഴും പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ ആക്രമണങ്ങൾക്ക് ക്രിസ്ത്യാനികൾ വിധേയരായിട്ടുണ്ട്. അതിന് നമുക്ക് എളുപ്പം ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒന്നാണ് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കാര്യം. അതിനുശേഷം ഈ 2002 ഈ ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നു. മുസ്ലിം വംശഹത്യ എന്ന പേരിൽ അത് അറിയപ്പെടുന്നു. അങ്ങനെ ഒട്ടനവധി മുസ്ലിങ്ങൾ 2000-ലധികം ആളുകൾ അനൗദ്യോഗിക കണക്കുകളാണ് കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഒന്നാണ് ഈ ഗുജറാത്ത് കലാപം. അതേ മുഖ്യമന്ത്രി പിന്നീട് പ്രധാനമന്ത്രിയാവുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് മലയാളി കർദിനാളായതിനെ ആശംസിക്കുമ്പോൾ തന്നെ ആശംസ രേഖപ്പെടുത്തുമ്പോൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ജർമ്മനിയിൽ ഒരു ക്രിസ്മസ് മാർക്കറ്റിലേക്കുള്ള ആക്രമണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശ്രീലങ്കയിലെ പള്ളി ആക്രമണം. അത് സൂചിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞത് ഈ താഴെത്തട്ടിൽ കേരളത്തിൽ കാസയുടെ ഒരു പ്രവർത്തകൻ ഫേസ്ബുക്കിലിടുന്ന ഒരു വിദ്വേഷ പോസ്റ്റിന് സമാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. മണിപ്പൂർ കലാപത്തെക്കുറിച്ച് വളരെ ദീർഘമായി സുബീഷ് സംസാരിച്ചു. ഉത്തരേന്ത്യയിൽ നിരവധി കലാപങ്ങൾ നമ്മൾ ഗുജറാത്ത് സംസാരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ മോദി ഇത് പറയുമ്പോൾ ശുഭിതനായോ അല്ലെങ്കിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിമർശനാത്മകമായിട്ടോ സഹിക്കാൻ കഴിയാഞ്ഞിട്ടോ ചിലപ്പോൾ അത് രാഷ്ട്രീയമായി തന്നെ പ്രകമ്പനം കൊള്ളിക്കാനോ ഒക്കെ കരുതി കൂട്ടിയായിരിക്കാം ഓർത്തഡോക്സ് സഭയുടെ തൃശ്ശൂർ ഭദ്രാസനാധിപൻ യൂഹാനാൻ മാർ മിലത്തിയോസ് ഇത്തരമൊരു പ്രത്യാക്രമണം നടത്തുന്നത്. ശരിക്കും അത് ക്രിസ്തീയ രീതികളെ വെച്ച്, ക്രിസ്തീയ വിശ്വാസങ്ങളെ വെച്ച്, ക്രിസ്തീയ സഭകളുടെ രീതികളെ വെച്ച് നോക്കുമ്പം അങ്ങനത്തെ തുറന്ന പറച്ചിലുകൾ വളരെ അപൂർവമാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് ചിലപ്പം മുഖ്യമന്ത്രിക്കെതിരെയോ ഒക്കെ പറയുന്നതിനപ്പുറത്തേക്ക് അല്ലെ പൊളിറ്റിക്കലായി ഇവിടെ നടക്കുന്ന വാഗ്വാദങ്ങൾക്കപ്പുറത്തേക്ക് ദേശീയ തലത്തിൽ BJPക്കെതിരായിട്ടൊന്നും കടുത്ത പരാമർശം നടത്തുന്ന ആളുകളല്ല ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ പൊതുവെ. പക്ഷേ വളരെ അതിനൊരു പൊളിറ്റിക്കൽ ആംഗിളിൽ തന്നെ, അല്ലാതെ വെറുതെ അല്ല, അത് രാഷ്ട്രീയമായി തന്നെ ലക്ഷ്യം വെക്കുന്ന ഷാർപ്പായിട്ടാണ്. അതിനകത്ത് പേര് പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ അറ്റാക്ക് പോകുന്നത് BJPക്ക് നേരെയാണ്, പ്രധാനമന്ത്രിക്ക് നേരെയാണ്. ആ വാക്കുകൾ എന്ന് വെച്ചാൽ അവിടെ മെത്രാമാരെ ആദരിക്കുന്നു, പുൽക്കൂട് വന്നിക്കുന്നു, ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു, ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം പരിഹാസമാണ്. പരിഹാസത്തിനപ്പുറത്തേക്കുള്ള ആക്രമണമാണ് ശരിക്കും. അങ്ങനെ തന്നെ കണക്കാണ്. അതിന് കാരണമായി വരുന്നത് പാലക്കാട് സ്കൂളിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ക്രിസ്മസ് ആഘോഷം തടയാൻ എത്തിയ സംഭവം, അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയതും അസഭ്യം പറഞ്ഞതുമായ സംഭവമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. ആ ഒരു പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഓർത്തഡോക്സ് സഭയുടെ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ സഭാ മേലധ്യക്ഷന് എങ്ങനെയാണ് ഈ CBSEയുടെ ഈ യോഗത്തെ മാത്രം പ്രകീർത്തിച്ചുകൊണ്ട് പറയാനാവുക? വിമർശന സ്വരം ഉയരേണ്ടടുത്ത് ഉയരുക തന്നെ വേണം. അതുകൊണ്ടാണ് ഈ യൂഹാനാൻ മാർ മിലത്തിയോസ് അത്തരമൊരു പ്രസ്താവന നടത്തിയത് എന്നാണ് വിശ്വാസം. അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ തലേ ദിവസത്തെ അല്ലെങ്കിൽ അതിന് തലേ ദിവസത്തെ ചില സംഭവങ്ങൾ മുമ്പിലുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ജില്ലാ സെക്രട്ടറി K. അനിൽകുമാർ, ബജ്രംഗ് ദൾ ജില്ലാ സംയോജിക് V. സുശാസനൻ, വിശ്വ ഹിന്ദു പരിഷത്ത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K. വേലായുധൻ. ഈ 3 ആളുകളാണ് ആ സ്കൂളിൽ കടന്നു കയറുകയും ആ പ്രശ്നമുണ്ടാക്കുകയും കുട്ടികളുടെ മുമ്പിൽ വെച്ച് അധ്യാപകരെ അസഭ്യം പറയുകയും, അത് മാത്രമല്ല അവിടെ എന്തിനാണ് നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്, നിങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി പോലുള്ള ആഘോഷങ്ങൾ നടത്തിയാൽ പോരെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഭീഷണി മുഴക്കുന്നത്. കാരണം ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന് അവർ സ്ഥാപിക്കുകയാണ്, എന്നിട്ട് അധ്യാപകരെ ഭീഷണിപ്പെടുന്നത്. അത് നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഓർത്തഡോക്സ് സഭയുടെ
ഒരു സഭാപിതാവിന് ഒരു വിമർശനം നടത്താതിരിക്കാനാവുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സ്വാഭാവികമായും ഈ രാജ്യത്തിൻ്റെ പഴയകാല ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ ആ വിമർശനത്തിന് കാതലുണ്ട്. കാരണം 2002 മോദിയെ നമുക്കറിയാം. ആ മോദി തന്നെയാണ് ഈ 2024 വർഷങ്ങൾക്ക് ശേഷം, ഇപ്പോൾ 10-20 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു കാസ മോഡൽ വർത്തമാനം പറഞ്ഞതുകൊണ്ട് ഈ ന്യൂനപക്ഷങ്ങളുടെ ആശങ്കകൾ ഇല്ലാതാവുന്നില്ല. അതുകൊണ്ട് ആ വിമർശനത്തെ ഒരുപക്ഷെ അങ്ങേയറ്റം കുറുക്കിക്കൊള്ളുന്ന ആ പരാമർശത്തെ ഒരു രാഷ്ട്രീയമായി കൂടിയാണ്, ഞാൻ ഒരു മതാത്മകമായ ഒരു മതപരമായ ചിന്തയ്ക്കപ്പുറത്തേക്ക് രാഷ്ട്രീയമായ വളരെ പൊളിറ്റിക്കലായിട്ടൊരു വിമർശനമായിട്ട് കൂടിയാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം അത് ചില ആളുകളെങ്കിലും പറയണം. ഇപ്പോൾ ആൻഡ്രൂസ് താഴത്തിന് അങ്ങനെ പറയാൻ കഴിയുന്നതിന് പരിമിതി ഉണ്ടാവും. മനസ്സിലായി, ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്നതാണ്. ചിലപ്പം ഭരണപരമായ പല കാര്യങ്ങൾക്കും ഈ BJPയുമായി സർക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകേണ്ടതാണ്. കാരണം ചിലപ്പോൾ നാളെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടാച്ചിട്ട് ഇവരായിരിക്കും ചർച്ചകൾക്ക് വേണ്ടി ചെല്ലുക. അപ്പോൾ പിന്നെ ഇവർ ക്ഷണിച്ചതാണ്, വിളിച്ചു വരുത്തിയാണ്. പ്രൈം മിനിസ്റ്റർ നമുക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ പ്രൈം മിനിസ്റ്റർ എന്ത് പറഞ്ഞു എന്നുള്ളതാണ് പ്രധാനമായിട്ട് വരുന്നത്. കാരണം നമ്മൾ ഈ വിമർശനം മുഴുവനും ഇങ്ങനെ വരുമ്പോഴും ഇത്ര ശക്തിയുക്തം ഈ തിരുമേനി ഇത്തരം ഒരു വിമർശനം നടത്തുമ്പോൾ ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുന്നത് 2 വരിയുള്ളൂ, ചെറിയൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ പോസ്റ്റിന് താഴെ ഒരു പക്ഷേ സംഘപരിവാർ ശക്തികളുടെ, സംഘപരിവാരത്തിൻ്റെ ആളുകളായിട്ടുള്ള, കാസയുടെ ആളുകളായിട്ടുള്ള നിരവധി പേർ, ക്രിസ്ത്യൻ പേരുള്ളവരുണ്ട്, ഹിന്ദു നാമധാരികളുണ്ട്, ഒരുപക്ഷെ മിക്കവയും ഫേക്ക് ഐഡികളാവാം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഫേക്ക് ഐഡികളിൽ നിന്നല്ല, ഡയറക്റ്റ് ഐഡികളിൽ നിന്ന് തന്നെ വന്ന് ചീത്ത വിളിക്കാൻ ആളുകൾ പ്രാപ്തരായി എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക മാറ്റം. ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സൂചിപ്പിക്കുന്നത് ആളുകൾക്ക് ഇപ്പം പഴയ കൂട്ട് ഫേക്ക് ഐഡി വന്ന് ചീത്ത വിളിക്കില്ല, സ്വന്തമായിട്ട് നിന്ന് ചീത്ത വിളിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് യാക്കോബ സഭയിൽ നിന്ന് മറുകണ്ഠം ചാടി സുഡാപ്പികളെ സൂചിപ്പിക്കുന്ന ഒരു മെത്രാൻ എന്നൊരു വിമർശനം കാണുന്നു. മറ്റു മെത്രാന്മാർ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ ഇയാൾക്ക് അസൂയയാണ് എന്നൊരു വിമർശനം. ഇടതു താല്പര്യമുള്ള കമ്മിക്കുപ്പായമണിഞ്ഞ വിഷം. അടുത്തൊരു വിമർശനം, നാണമില്ലേ പിതാവേ നിരീശ്വരവാദികളുടെ കമ്മിക്കുപ്പായം എടുത്തണിഞ്ഞ് ഇടയന്മാരെ വഴിതെറ്റിക്കാൻ എന്ന് ആട്ടിവിടുകയാണ്. BJP ജയിക്കാൻ, അതാണ് ഇത്രയും വിമർശനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഞാൻ ചിന്തിച്ചു പോയൊരു വിമർശനം. BJPക്ക് ജയിക്കാൻ ക്രിസ്ത്യൻ വോട്ട് വേണ്ട, എന്നിട്ട് BJP നിങ്ങളോട് ദയാപൂർവം പെരുമാറുന്നു. അതായത് ഇവരുടെ ദയ കൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരാണ് ഈ പിതാവും പിതാവിൻ്റെ താഴേക്ക് വരുന്ന ക്രൈസ്തവ വിശ്വാസികൾ എന്ന് പറയുന്ന വിമർശനം ഫേസ്ബുക്കിൽ ഉന്നയിക്കാൻ കഴിയുന്ന ആളുകളുണ്ടെന്ന് പറയുന്നത് ചെറുതല്ല, അത് ഞെട്ടിക്കുന്നതാണ്. കേരളത്തിൽ മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഈ നവോത്ഥാന കേരളം, പടുത്തുയർത്തിയ കേരളം, വിശ്വാസിക്കും അവിശ്വാസിക്കും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന കേരളം ഇത്തരത്തിൽ മാറിപ്പോയിട്ടുണ്ട്. പ്രധാനമന്ത്രിക്കെതിരായി ഇൻഡയറക്റ്റായിട്ട് ഒരു വിമർശനം ഒരു സഭാപിതാവ് ഉന്നയിക്കുമ്പോൾ അതിനെ ഈ സമൂഹത്തിലുള്ള മറ്റു പലരും കാണുന്നത് ഇങ്ങനെയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ദയ കൊണ്ട് ജീവിക്കുന്നവരാണ് പിതാവേ നീയും നിൻ്റെ താഴെ നിൽക്കുന്നവരും എന്ന പ്രഖ്യാപനം കൂടിയാണ് നടത്തുന്നത്. ഇത് അത്യന്തം അപകടകരമായ പോക്കാണ്. അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. രാജ്യത്തെ ക്രൈസ്തവർ പല മേഖലകളിലും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടായ ഛത്തീസ്ഗഡിൽ ക്രൈസ്തവരെ സംബന്ധിച്ച് എത്രത്തോളം ആക്രമണമുണ്ടായി. അവർക്കവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവണ്ണം, വിശ്വാസം സംരക്ഷിക്കാൻ കഴിയാത്തവണ്ണം പള്ളികൾ തകർക്കപ്പെടുന്നു, വീടുകൾ കയറി ആക്രമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ക്രൈസ്തവർ വേട്ടയാടപ്പെടുന്നുണ്ട്. പക്ഷേ ഈ എപ്പോഴും ഹിന്ദുത്വ വേഴ്സസ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന നരേറ്റീവിൽ അതിരിൽ കാര്യങ്ങൾ നിൽക്കുമ്പോഴത്തേക്ക് ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളെ വലിയ തോതിൽ പലപ്പോഴും കാണുന്നില്ല എന്നാണ്, അല്ലെങ്കിൽ വാർത്തകൾ ഇടം പിടിക്കുന്നില്ല എന്നുകൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും പ്രൊട്ടസ്റ്റൻ്റ് സഭകളുടെ അല്ലെങ്കിൽ പെന്തിക്കോസ് സഭകളുടെ പല ആളുകളും ഈ ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകളൊക്കെ തട്ടിക്കൊണ്ട് പോകലുണ്ടായിട്ടുണ്ട്, ക്രൂരമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിരന്തരം വേട്ടയാടപ്പെടുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ സവർണ ക്രൈസ്തവർ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ഏതെങ്കിലും സഭകൾ, അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അതിരൂപതകൾ, അവരല്ല ശരിക്കും പ്രതിസന്ധി അനുഭവിക്കുന്നത്. ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി, ഈ ക്രൈസ്തവരുടെ ഈ ബന്ധുക്കൂസുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച അവിടുത്തെ ഉത്തരേന്ത്യയിലെ ആദിവാസികൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുന്ന മിഷണറിമാർക്ക് നേരെ നിരന്തരം അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നത് കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ CBCയുടെ യോഗത്തിൽ പങ്കെടുത്ത് ഏതൊക്കെ തരത്തിൽ ഒരു കർദിനാളിനെ പ്രശംസിച്ചാലും ക്രിസ്ത്യൻ സമുദായത്തെ പ്രശംസിച്ചാലും അവിടെ നിന്നുകൊണ്ട് തന്നെ ജർമ്മനിയിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു കാസയുടെ പ്രതിനിധി ഫേസ്ബുക്കിൽ ഇടുന്നൊരു കുറിപ്പിന് സമാനമായി അത് മാറുന്നു എന്നുള്ളതാണ് ഖേദകരമായ സംഗതി. മാത്രമല്ല ഷാനോസ, ഇതിന് പിന്നിൽ ഇരിക്കുന്ന ഒരു അപകടം എന്ന് പറയുന്നത് അത്ര നിഷ്കളങ്കമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിൽ പ്രളയമുണ്ടാകുമ്പോൾ, അസമിലോ ബീഹാറിലോ ഒക്കെ പ്രളയമുണ്ടാകുമ്പോൾ നമ്മളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് അതൊരു ഒറ്റക്കോളം വാർത്ത മാത്രമായിരുന്നു.
2018 കേരളത്തിൽ ഒരു വലിയ മഹാപ്രളയം സംഭവിക്കുമ്പോഴാണ് നമ്മൾ പ്രളയത്തെ ഫേസ് ചെയ്യുന്നത്. നമ്മളൊക്കെ പ്രളയം റിപ്പോർട്ട് ചെയ്ത് പഠിക്കുന്നത് പ്രളയത്തിൽ മുങ്ങിത്താണുകൊണ്ടാണ്, പ്രളയം അനുഭവിച്ചുകൊണ്ടാണ്. അതേപോലെ ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, മണിപ്പൂരിൽ ക്രിസ്ത്യൻ പള്ളികൾ അഗ്നിക്കിരയാകുന്നു. അതൊക്കെ നമുക്ക് പത്രവാർത്തകൾ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ, നാം അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മിലേക്ക് വരുന്ന ദൃശ്യാനുഭവങ്ങൾ അല്ലെങ്കിൽ കാഴ്ചകൾ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരം അക്രമ സംഭവങ്ങൾ ഇതാ കേരളത്തിലേക്ക് കൂടി വ്യാപിക്കുന്നു എന്നതിൻ്റെ സൂചനയാണോ തുടക്കമാണോ എന്ന രീതിയിൽ നമ്മിലും ഒരു ആശങ്ക കലരുന്നു ഈ പാലക്കാട്ടെ സംഭവങ്ങൾ. ആദ്യം നല്ലേപ്പിള്ളിയിൽ, തത്തമംഗലത്ത്, പിന്നീട് അപ്പോൾ നമ്മളൊക്കെ കരുതിയത് ഇപ്പോൾ പലയിടത്തും ഈ ഗാന്ധി പ്രതിമകളൊക്കെ ആക്രമിക്കപ്പെടുമ്പോൾ അതിന് പിന്നിൽ ചിലയിടത്തൊക്കെ സാമൂഹ്യദ്രോഹികൾ കസ്റ്റഡിയിലായിട്ടുണ്ട്, അറസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഏതെങ്കിലും മദ്യപിച്ചുള്ള സാമൂഹ്യദ്രോഹികളുടെ അക്രമമായിരിക്കാമെന്നൊക്കെയായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു സംശയം. പോലീസിനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ പിന്നീടാണ് VHP പ്രവർത്തകർ കസ്റ്റഡിയിലാവുന്നത്, അറസ്റ്റിലാവുന്നത്. അപ്പോഴും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ്? BJPക്കോ VHPക്കോ ഇതിൽ പങ്കില്ല, ഇത് BJP വിട്ട് സമീപകാലത്ത് പുറത്തു പോയ ചിലരൊക്കെയാകാം ഇതിന് പിന്നിൽ എന്ന് സന്ദീപ് വാര്യരെ സംശയിച്ചുകൊണ്ടുള്ള ഒട്ടും ഉത്തരവാദിത്തമില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടായത്. പക്ഷേ അപ്പോഴേക്കും ആ നിമിഷമാവുമ്പോഴേക്കും VHP തന്നെ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവരെന്താണോ ചെയ്തത് അതിനെ ന്യായീകരിച്ചുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് തന്നെ രംഗത്ത് വരികയും സ്കൂളിൽ ഇതൊക്കെ ആകാമോ, സ്കൂളിൽ മതപരമായ ഇത്തരം ചടങ്ങുകൾ ആകാമോ എന്ന് ഞങ്ങൾ സ്കൂളിൽ പോയി ചോദിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് VHPയുടെ നേതാക്കൾ ആ സംഭവത്തെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഷാനോസെ, ഞാൻ പറയുന്നത് ഇതൊക്കെ ആസൂത്രിതമായി തയ്യാറാക്കപ്പെട്ട ഒരു പദ്ധതിയുടെ ഭാഗമാണ്, ഇതൊരു അജണ്ടയാണ്, ഇത് അത്ര നിഷ്കളങ്കമായ ഒരു കാര്യമല്ല എന്നാണ്. ഇപ്പം ഞാൻ RSSന്റെ കണ്ടെത്തൽ ക്രിസ്തുമസ് ഒരു വലിയ പാരിസ്ഥിതിക ദുരന്തമാണ് എന്നാണ്. ഇതൊരു പുതിയ സംഭവമൊന്നുമല്ല, 2022 മറ്റോ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. RSSന്റെ മുഖപത്രമാണ് ഓർഗനൈസറിന്റെ ഒരു ലക്കം മുഴുവൻ ക്രിസ്മസ് ഒരു ഡിസാസ്ട്രസ് സെലിബ്രേഷൻസ് എന്ന തലക്കെട്ടോടുകൂടിയായിരുന്നു. അതിന്റെ കവർ പേജ് തന്നെ അങ്ങനെയായിരുന്നു, ഡിസാസ്ട്രസ് സെലിബ്രേഷൻസ് എന്നായിരുന്നു അതിന്റെ കവർ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിളിന്റെ തലക്കെട്ട് ഞാൻ വായിക്കാം. നെയ്തർ സോ മെരി നോട്ട് സോ ഹാപ്പി എന്നാണ് ആ ആർട്ടിക്കിളിന്റെ തലക്കെട്ട്. ആ ലേഖനത്തിൽ മുഴുവൻ പറയുന്നത് more than 33 million trees are cut down for Christmas cards എന്നാണ്. നോക്കൂ, ക്രിസ്മസ് കാർഡുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ലോകമാകമാനം 33 മില്യൺ വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കപ്പെടുന്നു. അത് മാത്രമല്ല, ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുമ്പോൾ വലിയ തോതിൽ കാർബൺ പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നു. ഇത് പോയിട്ട് ഓസോൺ പാളിയിൽ വലിയ തുളകൾ ഉണ്ടാകുന്നു. അങ്ങനെ ഈ പ്രകൃതിയുടെ പാരിസ്ഥിതികമായ സന്തുലനം മുഴുവൻ ഈ ക്രിസ്മസ് തകർക്കുന്നു. അതുകൊണ്ട് ക്രിസ്മസ് നമുക്ക് വേണ്ട എന്നാണ് RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ കണ്ടെത്തൽ. നോക്കൂ, അപ്പോൾ VHP നിഷ്കളങ്കമായി ചെയ്ത ഒരു പരിപാടിയാണോ ഇത്? അല്ല. BJPക്ക് ഇതിനെ തള്ളിപ്പറയാനാകുമോ? കഴിയില്ല. കാരണം ഇത് ആസൂത്രിതമായി തയ്യാറാക്കപ്പെട്ട ഒരു പദ്ധതിയാണ് എന്ന് ഞാൻ സംശയിക്കുന്നു. ഇത് അജണ്ടയാണ്. മാത്രമല്ല, ഈ സാന്താക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു വെസ്റ്റേൺ പ്രൊഡക്റ്റ് ആണ്. ഈ വാലന്റൈൻസ് ദിനാഘോഷങ്ങൾ നടക്കുമ്പോഴൊക്കെ ഇവർ എതിർപ്പുമായിട്ട് വരാറുണ്ടല്ലോ. അതേപോലെ തന്നെ സാന്താക്ലോസ് എന്ന് പറയുന്ന ഒരു വെസ്റ്റേൺ പ്രൊഡക്റ്റ് ആണ്. അത് നമ്മുടെ പൗരസ്ത്യമായ കാഴ്ചപ്പാടല്ല, ഭാരതീയമായ സംസ്കാരത്തിന്, ആർഷഭാരത സംസ്കാരം എന്ന പേരിൽ ഊറ്റം കൊള്ളുന്ന ഒരു വിഭാഗമാണല്ലോ. അപ്പോൾ അതൊന്നും നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നാണ് ഇവർ എല്ലാ കാലത്തും വാദിച്ചിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഈ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത്? ടോണി ജോസഫിന്റെ അതിഗംഭീരമായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ഏർലി ഇന്ത്യൻസ് ദ സ്റ്റോറി ഓഫ് അവർ ആൻസസ്റ്റേഴ്സ് ആൻഡ് വേർ വി കെയിം ഫ്രം എന്നാണ് ആ പുസ്തകത്തിന്റെ തലക്കെട്ട്. ഗംഭീരമായ പുസ്തകമാണ്, വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം. അതിൽ പറയുന്നത് ആദ്യം ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഭൂഖണ്ഡങ്ങൾ പോലുമില്ല, ഭൂഖണ്ഡങ്ങൾക്ക് പോലും പേരിട്ടിട്ടില്ലാത്തൊരു കാലം. മനുഷ്യരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അവനും അവളും എല്ലാവരും ചേർന്ന് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്, ഇന്ന് നമ്മൾ ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന, ഇന്ന് നമ്മൾ ഭാരതം എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നതും ആദിമ മനുഷ്യൻ മാത്രമായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ആദ്യം 65,000 വർഷം മുമ്പ്, ഇപ്പോഴത്തെ കാര്യമൊന്നുമല്ല പറയുന്നത് കേട്ടോ, 65,000 വർഷം മുമ്പ് ആദ്യം വന്നു ചേർന്നത് ആഫ്രിക്കയിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ്. ശ്രദ്ധിക്കണം, ഇന്ത്യ ഭാരതം എന്നൊക്കെ ഇന്ന് നമ്മൾ വിളിക്കുന്ന ഈ പ്രദേശത്ത് ആദ്യം ഉണ്ടായിരുന്നത് ആദിമ മനുഷ്യരാണ്. ആദിമ മനുഷ്യർ ലോകം എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇവിടേക്ക് 65,000 വർഷം മുമ്പ് ആദ്യം വന്നു ചേർന്നത് ആഫ്രിക്കയിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ്. ടോണി ജോസഫ് ഈ പുസ്തകത്തിൽ പറയുന്നത് അവരാണ് ഫസ്റ്റ് ഇന്ത്യൻസ് എന്നാണ്.
അവരാണ് ഇന്ത്യയിലെ ഇന്ന് നമ്മൾ ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രദേശത്തെ ആദ്യത്തെ പൗരന്മാർ എന്ന് പറയുന്നത് 65,000 വർഷം മുമ്പ് ഇവിടേക്ക് വന്നു ചേർന്ന ആഫ്രിക്കയിൽ നിന്നുള്ള ജനവിഭാഗങ്ങളാണ്. പിന്നീട് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലേക്ക് ഇറാനിലെ സാക്കോസിൽ നിന്നും ഇടയ കാർഷിക സമൂഹങ്ങളുടെ ഒരു കുടിയേറ്റം ഉണ്ടാകുന്നു. ഇറാനിൽ നിന്നും വന്നവരാണ്. അപ്പോൾ ആദ്യം ആഫ്രിക്കയിൽ നിന്ന്, രണ്ടാമത് ഇറാനിൽ നിന്ന്. ഈ രണ്ട് സമൂഹങ്ങളും ചേർന്നാണ് പിന്നീട് നമ്മൾ ഈ പറയുന്ന ഹാരപ്പൻ നാഗരികത അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം ഉണ്ടാകുന്നത്. ഇതിനൊക്കെ ശേഷം വെറും ഒരു 4000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഈ പറയുന്ന ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ഇവർ ഈ പറയുന്ന ആർഷഭാരത സംസ്കാരം ഉണ്ടാകുന്നത് വെറും 4000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. അതിനൊക്കെ മുമ്പ് 65,000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആഫ്രിക്കന്മാർ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇറാനിലെ സാക്കോസിൽ നിന്ന് ഇടയ കാർഷിക സമൂഹങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ പറയുന്ന ഈ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് എന്താണ് ഈ ആർഷഭാരത സംസ്കാരം? ഈ ആഫ്രിക്കയിൽ നിന്ന് വന്നവർ, ഇറാനിൽ നിന്ന് വന്നവർ, അതിനുശേഷം പിന്നെയും വരുന്നുണ്ട് ചൈനയിൽ നിന്ന് കിഴക്കൻ ഏഷ്യ വഴി ഇന്ത്യയിലേക്ക് എത്തുന്ന ഒരു വിഭാഗമുണ്ട്, ഓസ്ട്രോ ഏഷ്യാറ്റിക് ഭാഷ സംസാരിക്കുന്നവർ. അവരിപ്പോഴും ഉണ്ട് കേട്ടോ. ഈ വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ ചില വിഭാഗക്കാർ ഇപ്പോഴും ഈ ഓസ്ട്രോ ഏഷ്യൻ പസഫിക് ഭാഷ സംസാരിക്കുന്ന വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടി ഇടകലർന്ന് ഉരുവം കൊണ്ട ഒരു സംസ്കാരത്തിന്റെ പേര് മാത്രമാണ് ആർഷഭാരത സംസ്കാരം. അല്ലാതെ 4000 വർഷങ്ങൾക്ക് മുമ്പ് വന്നു ചേർന്ന ആര്യന്മാർ ഉണ്ടാക്കിയെടുത്തൊന്നും അല്ല. പിന്നെ ഈ ഹിന്ദു, അന്ന് മതങ്ങളില്ല, അന്ന് ഈ രാജ്യമില്ല, മതങ്ങളില്ല, ഹിന്ദു എന്നുള്ളൊരു പേര് പോലുമില്ല. ഈ ഹിന്ദു എന്നുള്ള പേര് BJP-കാർ കൊണ്ടുവന്നാണോ, RSS-കാർ കൊണ്ടുവന്നാണോ, VHP-കാർ കൊണ്ടുവന്നാണോ? അതുമല്ല, ഹിന്ദു എന്നുള്ള പേര്, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഹിന്ദു എന്ന പേര് ആദ്യം ഉണ്ടാകുന്നത് ഒരു പ്രാചീന പേർഷ്യൻ ഗ്രന്ഥമായ സെന്റ് അവസ്ഥയിലാണ്. ഈ സെന്റ് അവസ്ഥയിൽ അഹുരാം മാസ്റ്റ എന്ന് പറയുന്ന ആൾ സൃഷ്ടിച്ച 16 ഭൂപ്രദേശങ്ങളിൽ ഒന്നിന്റെ പേര് മാത്രമാണ് ഈ ഹപ്ത ഹിന്ദു എന്നുള്ളത്. ഈ ഹപ്ത ഹിന്ദുവാണ് പിന്നീട് ഋഗ്വേദത്തിൽ സപ്തഹിന്ദു ആകുന്നത്. ശ്രദ്ധിക്കണം. അതിനുശേഷം ഈ പേർഷ്യൻ ചക്രവർത്തി ദാരിയൂസിന്റെ ലിഖിതത്തില് കളിമൺ ഫലകത്തിലൊക്കെ ഹിഡു എന്നൊരു നാമമുണ്ട്, HIDU. അതുകൂടാതെ ഹി ഇൻ ടു എന്നൊരു നാമമുണ്ട്, HIINTU. ഇതൊക്കെയാണ് പിന്നീട് ഹിന്ദു ആവുന്നത്. മാത്രമല്ല ഈ ഹെറഡോട്ടസ് ഈ പ്രദേശത്തെ മുഴുവൻ വിളിച്ചത് ഇന്ത്യോസ് എന്നാണ്, INDIOS എന്നാണ്, ഇന്ത്യോസ് എന്നാണ്. ഇതാണ് ഹിന്ദുവായിട്ടും ഇന്ത്യയായിട്ടും മാറുന്നത്. ഇത് ഇവരോടൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഈ പ്രശ്നം തീരും. അപ്പൊ ഇവരെ ധരിക്കുന്ന പോലെ ആർഷഭാരത സംസ്കാരം എന്ന് ഊറ്റം കൊള്ളാൻ മാത്രം ഒന്നുമില്ല. ആദിമ മനുഷ്യരായിരുന്നു. അതിനുശേഷം 65,000 വർഷം മുമ്പ് വന്ന് ആഫ്രിക്കക്കാരാണ്. 4000 വർഷം മുമ്പ് മാത്രമാണ് ആര്യന്മാർ വന്നു ചേർന്നത്. അതുകൊണ്ട് സാന്താക്ലോസ് ഒരു വെസ്റ്റേൺ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞാൽ എന്താണ് ഈ പാശ്ചാത്യം, എന്താണ് പൗരസ്ത്യം, ഇതിൻ്റെയൊക്കെ അതിര് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഇവർക്ക് ഉത്തരം മുട്ടും. അതുകൊണ്ട് ഇവരെയും മുന്നോട്ട് വയ്ക്കുന്ന ആർഷഭാരത സങ്കല്പം വെറും തറയാണ്, തരികിടയാണ്, ഉഡായിപ്പാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനാൽ തന്നെ ഇതൊക്കെ കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെട്ട് തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ വിയോജിപ്പിന്റെ സ്വരം ഉയർന്നേ പറ്റൂ. അത്ര നിഷ്കളങ്കമായി നമുക്കിതിനെയൊന്നും കാണാൻ സാധിക്കില്ല. ഇന്ന് നല്ലേപ്പിള്ളിയിൽ തത്തമംഗലത്ത് ക്രിസ്മസ് ട്രീയും പുൽക്കൂടും തകർന്നെങ്കിൽ അതിനോട് പ്രതികരിക്കാതിരുന്നാൽ നാളെ അത് കേരളത്തിൽ മറ്റിടങ്ങളിലേക്കും വ്യാപിക്കും. അപ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അവിടെ മെത്രാന്മാരെ വന്ദിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അത്ര നിഷ്കളങ്കമായിട്ടല്ല രാജ്യം മുന്നോട്ട് പോകുന്നത്. രാജ്യം പോകുന്നത് അപകടകരമായ ഒരു ദിശയിലേക്കാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്ന് തൃശ്ശൂരിലെ മെത്രാൻ ചെയ്തത്. അത് ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകും. ഞാൻ ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ചരിത്രത്തിൻ്റെ ഏതാണ്ട് പ്രധാനപ്പെട്ട ഏടുകൾ മുഴുവനും സുബീഷ് സഞ്ചരിച്ചു. നമുക്ക് എന്തുകൊണ്ടാണ് സംഘപരിവാർ മാർസിയൻ ചരിത്ര രചനകൾ, മാർസിയൻ രീതിയിൽ ചരിത്രത്തെ വിശകലനം ചെയ്യുന്ന രീതി അവർ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് കുറച്ചുകൂടെ നീതിയുക്തമാണ്. ചരിത്രത്തെ ആ രീതിയിൽ തന്നെ കാണുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് അവരുടെ ചരിത്രം അവർ സ്വന്തമായി ഉണ്ടാക്കുന്നത്. ആ ചരിത്രത്തിന് ഈ രാജ്യത്തിൻ്റെയോ ഈ ഭൂഖണ്ഡത്തിൻ്റെ ചരിത്രവുമായി യാതൊരു ബന്ധവുമില്ല. നമ്മൾ ഇതാണ് ചരിത്രം, ഇങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായി വന്നത്, അത് അവർക്കും അറിയാം. പക്ഷേ അത് അംഗീകരിക്കാൻ പോയാൽ അത് അവരുടെ ചരിത്രമായി മാറില്ല. അവർക്ക് ഈ രാജ്യത്ത് ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രധാനപ്പെട്ട നേതാവ് പോലും ഇല്ല. അതാണ് അവരുടെ അവസ്ഥ. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പറഞ്ഞു വന്നതിനകത്ത് ഈ ഓർഗനൈസറുടെ ലേഖനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് രണ്ട് അബദ്ധജടിലമായ കാര്യങ്ങളാണ്. ഞാൻ പെട്ടെന്ന് ഈ പരിസ്ഥിതിക്കുണ്ടാകുന്ന ദോഷത്തെക്കുറിച്ച് പറഞ്ഞത്, ഇത്രയും മരങ്ങൾ മുറിക്കേണ്ടി വരുന്നു. നമ്മൾ കുറച്ചുകൂടെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് കണക്ക് വെച്ച് നോക്കാം. ഒരു ക്രിസ്മസ് കാലത്ത് മുറിക്കുന്ന മരങ്ങളുടെ കണക്ക് വെച്ച് നമുക്ക് വേണമെങ്കിൽ വിഡ്ഢിത്തമാണ്, അങ്ങേയറ്റം തെറ്റായ സാധനമാണ്. ഇപ്പോൾ കാർബൺ ബഹിർഗമനത്തിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ വികസിത രാജ്യങ്ങളാണ് കാർബൺ ബഹിർഗമനത്തിൻ്റെ കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്നത്. അതിനകത്ത് ഇന്ത്യക്കൊക്കെ വലിയ പങ്കില്ല. വലിയ പങ്കുള്ളത് അമേരിക്ക പോലെയുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങൾക്കാണ് കാർബൺ ബഹിർഗമനത്തിൻ്റെ കാര്യത്തിൽ ഒന്നാം പങ്കുള്ളത്.
അതിനകത്ത് ഇന്ത്യയുടെ സ്ഥാനമൊക്കെ, പക്ഷേ അതിനൊരു ഗ്ലോബലി നോക്കുമ്പോഴത്തേക്ക് അതിന് ഫണ്ട് റേസ് ചെയ്യുന്ന കാര്യത്തിൽ ഇവിടെ അതിനൊരുപാട് കോട്ടങ്ങൾ നമ്മുടെ രാജ്യത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും. പക്ഷേ ഇതിന് കാരണക്കാരായത് അമേരിക്ക അടക്കമുള്ള ജർമ്മനി അടക്കമുള്ള കുത്തക മുതലാളിത്ത രാജ്യങ്ങളാണ്. അതൊന്നും കണക്കാക്കാതെ ഒരു ഐറ്റം എഴുതി തയ്യാറാക്കി ഓർഗനൈസർ വെച്ചുകൊണ്ട് അത് ശരിയാവുന്നില്ല. അത് അത്യന്തം നുണയാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ സാന്താക്ലോസ് എന്ന് പറയുന്നത് ഒരു കച്ചവട തന്ത്രമാണ്, അത് ഒരു വിദേശ രാജ്യത്തിൻ്റെ ഉൽപ്പന്നമാണ്. ഞാൻ പറഞ്ഞത് വിദേശത്തുനിന്ന് സംശീകരിക്കാത്ത എന്തുണ്ട്? ഞാൻ പറഞ്ഞ ഈ ഹിന്ദു മതം എന്ന് പറയുന്നത് പേര് വന്നത് ഇവിടെ നിന്നാണ്, അത് പുറത്തുനിന്ന് വന്നതാണ്. ഇവിടെ നമ്മൾ ബുദ്ധമതം ഉണ്ടായി, അതിനിവിടെ വലിയ തരത്തിലുള്ള സ്വാധീനമില്ല. ഈ ക്രിസ്തു മതം വന്നതും ഇസ്ലാം മതം വന്നതും മതങ്ങളൊക്കെ പലയിടത്തും ഇറക്കുമതി ചെയ്തതാണ്, അല്ലെങ്കിൽ കടന്നു കയറി വന്നതാണ്, അതൊന്നും തർക്കമില്ല. പക്ഷേ മാറിയ കാലത്ത് നമ്മളിതിനെ എങ്ങനെ കാണുന്നു, എങ്ങനെ സംശീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഈ സാന്ത ഒരു കച്ചവട തന്ത്രമാണെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവാത്ത കാര്യം, എല്ലാ കാലത്തുമുള്ള ആഘോഷങ്ങളെ കച്ചവടക്കാർ അതിനെ കൃത്യമായി ബിസിനസ് തന്ത്രമാക്കി മാറ്റാറുണ്ട്. ഇപ്പോൾ വെളുത്ത സാന്താക്ലോസിനെ ചോപ്പാക്കിയതാണ് കൊക്കക്കോളയാണ്, അവരുടെ സ്ട്രാറ്റജി ആയിരുന്നു അത്. നമ്മളിപ്പോൾ കാണുന്ന ചോപ്പ് സാന്താക്ലോസ് ആയിരുന്നില്ല ഒരു ഘട്ടത്തിൽ, വെളുത്ത സാന്താക്ലോസിനെ ചോപ്പാക്കി മാറ്റി. ഇപ്പം അക്ഷയ തൃതീയ എന്ന് തൊട്ടാ തുടങ്ങും, നമ്മുടെ ഓർമ്മകളിലല്ലേ ഉള്ളൂ. നമ്മളൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ അക്ഷയ തൃതീയയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ സ്വർണ്ണക്കച്ചവടം ഇത്ര പൊടി പൊടിക്കുന്ന ഒരു വ്യാപാര ഒരു ഏർപ്പാടായിട്ട്, ഒരു ടെർമിനോളജി ആയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് ഈ വിശ്വാസങ്ങളിൽ നിന്നെല്ലാം, ഈ പറയുന്ന വിശ്വാസ സംഹിതകളിൽ നിന്നെല്ലാം, ഈ പറയുന്ന മതപുസ്തകങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ഓരോരോ ആഘോഷങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനെ കച്ചവടവൽക്കരിക്കുക എന്ന് പറയുന്നത് അത് മുതലാളിത്തത്തിൻ്റെ ഏർപ്പാടാണ്, അവരതെല്ലാ കാലത്ത് ചെയ്യും. അല്ല, സാന്താക്ലോസ് അങ്ങനെ കമേഴ്സ്യൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ മഹാബലി കമേഴ്സ്യൽ പ്രൊഡക്റ്റ് ആവും. എല്ലാം നമുക്ക് എവിടെ നിന്ന് വേണം അടർത്തിയെടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ അക്ഷയ തൃതീയ ചൂണ്ടിക്കാണിച്ചത്. കാരണം നമുക്ക് റീസെൻ്റ് ആയിട്ട് നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. എന്തോരം സ്വർണ്ണക്കടകളുടെ പരസ്യമാണ് വന്നത്. അന്ന് സ്വർണ്ണം മേടിച്ചാൽ അവൻ ഭാഗ്യവാൻ എന്ന് പ്രചരിപ്പിക്കുന്ന ഭയങ്കര ഐശ്വര്യം വന്ന് ഭവിക്കും. കാരണം അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പുതിയ കച്ചവട തന്ത്രം പോലെ ഒരു കാലത്ത് സാന്താക്ലോസ് ഇതൊന്നും ഏതെങ്കിലും മതങ്ങൾ തീരുമാനിച്ച കച്ചവടത്തിന്റെ ഭാഗമാകുന്നില്ല. ഇത് ബിസിനസ്സുകാരുടെ അതെ സ്വർണ്ണം മേടിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ കച്ചവടത്തെ ഉപയോഗിക്കുന്നത് ബിസിനസ്സുകാരാണ്, മുതലാളിത്തത്തിന്റെ ശൈലിയാണത്. അതിനകത്ത് മതങ്ങൾക്കൊന്നും പങ്കില്ല, അതിനോട് നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ പറയുന്ന കാർബൺ ഫുട് പ്രിന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പരിസ്ഥിതി നശീകരണമായിക്കോട്ടെ, സാന്താക്ലോസിനെ കച്ചവടവൽക്കരിക്കുന്നതായിക്കോട്ടെ, ഇതൊക്കെ ഈ ഓർഗനൈസർ പറയുന്നത് പൊട്ട തെറ്റായ കാര്യങ്ങൾ. അതിനെ നമുക്കൊന്ന് കുറച്ചുകൂടെ സമയം വേണം, നമുക്കതിനെ ഡേറ്റ എടുത്ത് സംസാരിക്കാൻ കുറച്ചുകൂടെ സമയമുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാനുള്ള ഐറ്റം ഉണ്ട്. അതിനെ അങ്ങനെ തന്നെയാണ് നോക്കേണ്ടത്. പിന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ള സുബേഷ് ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ നിന്നാണല്ലോ ഈ വിമർശനം ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ ഓർത്തഡോക്സ് സഭയുടെ തൃശ്ശൂർ ഭദ്രാസനാധിപനാണ് ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. കേരളം അങ്ങനെ വിമർശിച്ച് കടന്നു പോകുന്നൊരു സ്ഥലം കൂടിയാണ്. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ച തൃശ്ശൂരിൽ നിന്ന് തന്നെ വിമർശനം ഉണ്ടായി? ഞാൻ ഈ മെത്രാപ്പൊലീത്ത കഴിഞ്ഞ എനിക്ക് തോന്നി സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തി 2 മാസമായി കാണണം എന്ന് വിചാരിക്കുന്നു. ഒരു പക്ഷേ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഉണ്ട്, കുറേ പേര് ചെയ്തിട്ടുണ്ട്. അന്നും ഇതെങ്ങനെയാണ് ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് സുരേഷ് ഗോപി വിജയിപ്പിച്ചത് രസകരമായി പറഞ്ഞ വീഡിയോ ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പം എങ്ങനെയാണ് സംഘപരിവാറിൻ്റെ ശക്തികൾക്ക് കടന്നു കയറാനാവാത്ത വിധം ഒരു മതിൽ കേരളം നിർമ്മിച്ചത്. അതൊരു നവോത്ഥാനത്തിൻ്റെ തുടർച്ചയാണ്. ആ തുടർച്ചയിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും കേരളം സംഘപരിവാറിനോട് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്, പൊളിറ്റിക്കൽ ഹിന്ദുത്വത്തോട് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നേടിയെടുത്താണ്. ഇപ്പം നിലയ്ക്കൽ സമരം നോക്കൂ, നിലയ്ക്കൽ കലാപം അല്ല, അതിനുശേഷം ഉണ്ടായ മാരാമണിൽ എനിക്ക് ഓർമ്മയുള്ളതാണ്, എൻ്റെയൊക്കെ ചെറുപ്പകാലത്താണ്, ഒരു 98-നും 2000-നും എൻ്റെ വിശ്വാസം. മാരാമണിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൺവെൻഷനാണ് മാരാമൺ മാർത്തോമാസഭയുടെ കൺവെൻഷൻ. ആ കൺവെൻഷൻ തടയുമെന്ന് RSS പ്രഖ്യാപിക്കുന്നു. അല്പം പോലും അമാന്തിക്കാതെ ആ പ്രഖ്യാപനം വരുന്നതിന് തൊട്ട് പിന്നാലെ DYFI, അതെനിക്ക് എൻ്റെ ഓർമ്മയിൽ അഡ്വക്കേറ്റ് K പ്രകാശ് ബാബു ജില്ലാ സെക്രട്ടറിയും അഡ്വക്കേറ്റ് R ഷാജി മോഹൻ ജില്ലാ പ്രസിഡന്റുമായിരിക്കുന്ന സമയത്താണ് DYFIയുടെ ജില്ലാ കമ്മിറ്റി ഒരു വലിയ പ്രതിഷേധ പരിപാടി ആ ജില്ലയിലുള്ള മുഴുവൻ DYFIക്കാരെയും ഇടതുപക്ഷക്കാരെയാണ് നിർത്തിക്കൊണ്ട് കോഴഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത്, പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിലാണ് ഈ മാരാമൺ എന്ന് പറയുന്ന ഈ പമ്പാ നദീതീരത്താണ് ഈ കൺവെൻഷൻ നടക്കുന്നത്. അവിടേക്ക് വലിയ മാർച്ച് സംഘടിപ്പിച്ചു. ഞാൻ പറഞ്ഞ് മറുപടി കൊടുക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിൻ്റെ എത്ര പ്രാന്തപ്രദേശങ്ങളിൽ പെന്തക്കോസ്തുകാർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് RSSകാരാൽ, അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ ഹിന്ദുത്വ എന്ന് പറയുന്ന ആളുകളാൽ. ഈ പറയുന്ന കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ സ്കൂളിൽ കയറി കാണിച്ചതുപോലല്ല, ഇതൊരു അതിക്രമമാണ്. മറ്റത് കടുത്ത ആക്രമണങ്ങളെ ബന്ധുക്കോസ്തർ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവർ തിരിച്ചൊന്നും പറയുന്നില്ല, തിരിച്ചാക്രമിക്കുന്നവരല്ല. പാട്ടുപാടുക, ദൈവത്തെ വിളിക്കുക എന്നുള്ള അപ്പുറത്തേക്ക് വേറെ പ്രൊട്ടസ്റ്റിന് പോലും പോകുന്ന ആളുകളല്ല. അങ്ങനെ എത്ര പേര് ആക്രമിക്കപ്പെടും. അവിടെയൊക്കെ ഏതെങ്കിലും തരത്തിൽ കേരളം പ്രതിരോധം തീർത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് കേരളം ഈ രൂപത്തിൽ കടന്നു വന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഈ പറയുന്ന ഓർത്തഡോക്സ് സഭയുടെ തൃശ്ശൂർ ഭദ്രാസനാധിപൻ പറയുന്ന വാക്കുകൾ എന്ന് വേണം നമ്മൾ കാണാൻ. കാരണം അങ്ങനെയാണ് കേരളം ചിന്തിക്കുന്നത്. കേരളം കർണാടക കൂട്ടോ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കൂട്ടോ അല്ല. ഇവിടെ
അധികം കാലം ആക്രമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സംസ്ഥാനമല്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെയും കേരളത്തിലെ ഇടതുപക്ഷ തൊഴിലാളി മുന്നേറ്റങ്ങളുടെയും കേരളത്തിലെ ബുദ്ധിജീവികളുടെയും ജൈവ ബുദ്ധിജീവികളുടെയും സാമ്പ്രദായ ബുദ്ധിജീവികളുടെ എല്ലാം അവരുടെയെല്ലാം കർമ്മഫലമായിട്ട് അവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ് ഇങ്ങനൊരു അന്തരീക്ഷം, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക അന്തരീക്ഷം ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അതിനെ അങ്ങനെ തകർക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ വിമർശനത്തിന്, കേരളത്തിൽ നിന്ന് ഉയർന്ന ഈ വിമർശനത്തിന് വലിയ ഗ്രാവിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും പാലക്കാട് നല്ലേപ്പിള്ളിയിലും തത്തമംഗലത്തും ഉണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങളെ അത്ര നിഷ്കളങ്കമായിട്ട് കാണാനാകില്ല. അതുകൂടി പരാമർശിച്ചുകൊണ്ടാണ് തൃശ്ശൂർ ഭദ്രാസന മെത്രാപ്പൊലീത്തയുടെ ഭാഗത്തു നിന്നും ഈ വിമർശനം ഉയർന്നിരിക്കുന്നത്. അവിടെ മെത്രാന്മാരെ നമസ്കരിക്കുന്നു, പക്ഷേ ഇവിടെ പുൽക്കൂടുകൾ ഇതാ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത്. മോദിയുടെ ക്രിസ്മസ് നാടകമോ എന്നായിരുന്നു ഞങ്ങളുടെ ചോദ്യം. നാടകം തന്നെയാണ് എന്നാണ് ഞങ്ങളുടെ ഉത്തരം.